ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കുക്കിംഗ് വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞണ്ട് കറി തയ്യാറാക്കുന്ന വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പാത്രം എടുത്ത് അതിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ പച്ചമുളക് ഒരു 3 എണ്ണമാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പാകത്തിന് ഒരു കറിക്ക് ആവശ്യമായിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ, അതിന് അനുസരിച്ചുള്ള ഇഞ്ചിയും വെളുത്തുള്ളി എടുക്കുക. പച്ചമുളക് ഒരു 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 കിലോ ഞണ്ട് കണക്കാക്കിയിട്ടുള്ളത്. 1 കിലോ ഞണ്ടിലേക്ക് ഞാൻ വലിയ 2 സവാള അരിഞ്ഞ് വെച്ചതാണ് ചേർക്കുന്നിട്ട്. വലിയ സവാള 2 എണ്ണമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 2 എണ്ണം കൂടി എടുക്കുക. ഞാൻ അത്യാവശ്യം വലിപ്പമുള്ളത് കൊണ്ടാണ് 2 സവാള എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കിലോ ഞണ്ടാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് 2 സവാള എടുത്ത് അതും നല്ലോണം ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് ചുവന്ന നിറാവുന്ന വരെ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഉപ്പിട്ടിട്ട് ഇളക്കിയാൽ നല്ല പെട്ടെന്ന് സവാള വാടി കിട്ടും. അപ്പോൾ ഞാൻ ഉപ്പിട്ടിട്ടില്ല, ഞാൻ ഉപ്പിടാതെ തന്നെ ഇളക്കുന്നത്. നല്ലപോലെ ഒരു ചുവന്ന നിറാവുന്ന വരെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഫ്ലോയിൽ വെച്ചാൽ മതി ഗ്യാസ്. വലിയ തീ കൂട്ടിയൊന്നും ഇടണ്ട, ചെറിയ സ്ലോയിൽ വെച്ചാൽ മതി. എന്നിട്ട് ഇങ്ങനെ നല്ലപോലെ ഒരു ചുവന്ന നിറമായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2.5 ടീസ്പൂൺ മുളക് പൊടിയും അതേപോലെ തന്നെ അതേ അളവിൽ തന്നെയാണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നത്. 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും തന്നെയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലോണം പിന്നെ അതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കണം നമ്മൾ, ഗരം മസാല. അപ്പോൾ ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ സ്പൂണാണ് കേട്ടോ, വലിയ സ്പൂണൊന്നുമല്ല. ഗരം മസാല 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മസാല ചൂടാവുന്നവരെ ഒന്ന് നല്ലോണം നമുക്ക് ഇളക്കി കൊടുക്കാം. മസാല ഒരു മണമൊക്കെ വരുമല്ലോ ഒന്ന് ചൂടായി കഴിയുമ്പോൾ, ആ മണം വരുന്നവരെ നമുക്കൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ മസാല ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് അരിഞ്ഞ് വെച്ച 1 തക്കാളിയാണ്. 1 തക്കാളി ഇട്ട്, ഒരു അത്യാവശ്യം വലിപ്പമുള്ളത് കൊണ്ട് ഞാൻ 1 തക്കാളി എടുത്തിട്ടുള്ളൂ. അപ്പോൾ 1 തക്കാളി അരിഞ്ഞ് വെച്ചതും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട്. തക്കാളി പിന്നെ അധികം വല്ലാണ്ട് വഴറ്റണമെന്നില്ല. ചെറിയത് ഇങ്ങനെ ആവുമ്പോൾ തന്നെ നമുക്ക് എന്താക്കാം, അതിലേക്ക് നന്നാക്കി വെച്ചിട്ടുള്ള ഞണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഞണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താക്കാം, നല്ലപോലെ മിക്സ് ചെയ്യുക. ഞണ്ടിലേക്ക് മസാല പിടിക്കാൻ പാകത്തിന് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മൊത്തത്തിലൊന്ന് മസാലയും ഞണ്ടും കൂടി മൊത്തത്തിലൊന്ന് എന്താ പറയുക ഒന്നാവട്ടെ, അതുവരെ നമുക്കൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല. എന്നിട്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള 2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് നിങ്ങളെ പാകത്തിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടി ഞണ്ടിലെ ഉപ്പ് പിടിക്കാൻ പാകത്തിന് എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് നല്ലപോലെ ഉപ്പ് ഞണ്ടിലേക്ക് പിടിക്കാൻ പാകത്തിന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ഒരു ചെറിയ കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഞണ്ടിലധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഒരു ചെറിയ കപ്പ് വെള്ളമാണ്, 1 കപ്പ് വെള്ളം കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടി ഒന്നും കൂടി ഞാൻ ഇളക്കി. എന്നിട്ട് നല്ലോണം ഒരു 10 മിനിറ്റ് വേവിച്ചു. 10 മിനിറ്റ് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് എന്താക്കി, പകുതി വേവായപ്പോൾ അതിലേക്ക് കുറച്ച് അരിഞ്ഞ് വെച്ച മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയിലും ഇട്ട് കൊടുത്തു. ഇനി മല്ലിയില വേണ്ടവർ ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമുള്ളവർ ഇട്ടാൽ മതി, ഇല്ലാത്തവർ ഇടണ്ട. എനിക്ക് മല്ലിയില ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. എന്നിട്ട് നല്ലോണം ഞാൻ മിക്സ് ചെയ്ത് നല്ലപോലെ അടച്ചേച്ച് വേവിച്ചു. അതേപോലെ നിങ്ങളും അടച്ചു വെച്ച് നല്ലോണം വേവിക്കുക. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് അടച്ചു വെച്ച വീഡിയോ ഒന്നും കാണിക്കാത്തത്. അപ്പോൾ നല്ലോണം വേവിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞണ്ടിന് കുറച്ച് എരിവ് നല്ലതാണല്ലോ. അപ്പോൾ 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് അടച്ച് വെച്ചിട്ട് ഞാൻ ഒരു 10 മിനിറ്റും കൂടി വേവിച്ചു കേട്ടോ. 10 മിനിറ്റും കൂടി വേവിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞണ്ട് കറി ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു 10 മിനിറ്റ് കൂടി വേവിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഞണ്ട് കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.
നീ അതിൻ്റെ ഇടയ്ക്ക് ചിരിച്ചടി കള്ളത്തി.